എല്ലാവർക്കും ലക്ഷ്മി നാരായണ ജ്യോതിഷത്തിലേക്ക് നമസ്കാരം. നാളെ ജൂലൈ 24 24 ഏറ്റവും ശ്രേഷ്ഠകരമായ ദിവസമാണ്, ബലിയിടുന്ന ദിവസമാണ്. ബലിയിടുമ്പോൾ നാളെ വളരെയധികം 15 നാളുകാർക്ക് നാളെ ഏറ്റവും ശ്രേഷ്ഠകരമായ പിതൃക്കളുടെ അനുഗ്രഹമുണ്ട്. ആ അനുഗ്രഹം കൊണ്ട് എല്ലാവിധ ഐശ്വര്യങ്ങളും നാളെ പിതൃക്കളുടെ അനുഗ്രഹം കൊണ്ട് നേടാവുന്ന 15 നാളുകളുണ്ട്. അവർ തൊടുന്നതെല്ലാം നാളെ പൊന്നാകും. കാരണം ആ പിതൃക്കളുടെ അനുഗ്രഹം അവരുടെ പൂർവ്വജന്മ സുഹൃത ഫലമായി കിട്ടിയതാണ്. അതുകൊണ്ട് ഈ 15 നാളുകാർക്ക് എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും നാളെ കർക്കിടക ബലിക്ക് കിട്ടുന്നതാണ്. സാക്ഷാൽ നാരായണൻ്റെ അനുഗ്രഹം പൂർണ്ണമായും നാളെ ഈ 15 നാളുകാർക്ക് കിട്ടും. കർക്കിടക ബലി അവരുടെ സുഹൃതം കൊണ്ടാണ് നാളെ അവർക്ക് എല്ലാ വിധത്തിലും ഐശ്വര്യങ്ങളും, നാളെ വസ്തുക്കളും വീടുകളും നഷ്ടപ്പെട്ട എല്ലാ പ്രതാപങ്ങളും നാളെ എത്തിച്ചേരുമെന്നുള്ളതാണ്. പ്രതീക്ഷിക്കാത്ത ദിക്കുകളിൽ നിന്ന് അവർക്ക് നാളെ ഐശ്വര്യം വരും. അതുപോലെ തന്നെ നാളെ ബലിയിടാൻ പോവുകയും വേണം. ബലിയിടാൻ പറ്റുന്ന സാഹചര്യത്തിൽ എല്ലാവരും പോയി ബലിയിടണം. അതിന് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നാളെ നാരായണൻ്റെ അഷ്ടോത്തര മന്ത്രം ജപിക്കാനും എല്ലാവരും മറക്കരുത്. നാരായണനാണ് എല്ലാത്തിൻ്റെയും കേന്ദ്രം. അദ്ദേഹം ഇല്ലാതെ ലോകത്തിലൊന്നും ചലിക്കത്തില്ല. അതുകൊണ്ട് നാളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, രാവിലെ നിലവിളക്ക് 5 തിരിയിട്ട് കത്തിക്കണം, നെയ്വിളക്ക് കത്തിക്കണം. അതുപോലെ തന്നെ ലക്ഷ്മി ദേവിയുടെ മന്ത്രം ജപിക്കാനും മറക്കരുത്. ലക്ഷ്മി ദേവി ഇല്ലാതെ അവിടെ നാരായണൻ വരത്തില്ല. ഐശ്വര്യങ്ങൾ വന്ന് കുമിഞ്ഞുകൂടാൻ ഈ 15 നാളുകാർക്ക് ഏറ്റവും ശ്രേഷ്ഠകരമായൊരു ദിവസമാണ് നാളെ. പിതൃക്കൾക്ക് ബലിയിടാൻ പറ്റി ആ അനുഗ്രഹം നേടി കുടുംബത്തിലെ എല്ലാ അനിഷ്ടങ്ങളും മാറാൻ നാളെ തീർച്ചയായും എല്ലാവരും ബലിയിടാൻ പോകണം. ബലിയിടുന്നതിന് മുമ്പ് തന്നെ വീട്ടിൽ വിളക്ക് 5 തിരിയിട്ട് കത്തിക്കണം. 5 തിരി എന്ന് പറഞ്ഞാൽ മഹത്തരമായ ഒരു രീതിയാണ്. നമ്മുടെ ശരീരത്തിലെ 5 തത്വങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അതുപോലെ തന്നെ ആ 5 തത്വങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ഉള്ളത്. ആ 5 തത്വങ്ങൾ നമ്മുടെ ഐശ്വര്യത്തിലേക്ക് വരും. അതുകൊണ്ടാണ് തീർച്ചയായും നാളെ 5 തിരിയിട്ട് കത്തണം. 5 തിരിയിട്ട് കത്തിക്കുമ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം നാളെ സാക്ഷാത്കരിക്കും. നിങ്ങൾ തടസ്സങ്ങളിൽ നിന്ന് എല്ലാവരും നിങ്ങളുടെ മിത്രങ്ങളായി വരും. നാളെ പിതൃക്കളുടെ അനുഗ്രഹം വരുന്ന ഈ 15 നാളുകാർ എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും അവരുടെ ബുദ്ധിമുട്ടുകളും മാറും. പിതൃക്കളുടെ അനുഗ്രഹം കിട്ടുന്ന ദിവസമായതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് നാളെ 5 തിരിയിട്ട് വിളക്ക് കത്തിക്കുകയും നാരായണൻ്റെ അഷ്ടോത്തരം ജപിക്കാനും മറക്കരുത്. അതുപോലെ തന്നെ രാവിലെയും വൈകിട്ടും വിഷ്ണുവിൻ്റെ മന്ത്രം ജപിക്കണം, നാരായണ മന്ത്രം. അതുപോലെ തന്നെ ശിവൻ്റെ മന്ത്രവും പഞ്ചാക്ഷരിയും ജപിച്ചാലും നല്ല. എന്നാലും പ്രധാനം നാളെ വിഷ്ണുവിൻ്റെയും ലക്ഷ്മി ദേവിയുടെയും പ്രധാന മന്ത്രങ്ങളെല്ലാം ജപിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഈ ജ്യോതിഷം പ്രധാനമായി പറയുന്നത് എല്ലാവരെയും നശിപ്പിക്കുകയല്ല, നന്നാക്കുക എന്നുള്ളതാണ്. ഒരു ജാതക ദോഷവും നമ്മുടെ ഈ ജ്യോതിഷത്തിൽ വരുത്തില്ല. രാഹുവിൻ്റെ ആയാലും ശനിയുടെ ആയാലും അതും എല്ലാം നമ്മൾ തീർച്ചയായിട്ടും മാറ്റാൻ വേണ്ടിയാണ് ഈ പൂജ ചെയ്യുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും നാളെ ഈ പൂജയിലെല്ലാം പങ്കെടുക്കണം. അതിനുവേണ്ടി നിങ്ങളുടെ പേരും നാളും പറയണം. പറഞ്ഞു കഴിഞ്ഞാൽ നാളെ പിതൃപൂജ എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വിഷ്ണു പൂജയും നാളെ തീർച്ചയായും ചെയ്യും. നിങ്ങളുടെ പേര് നാളും മാത്രം പറഞ്ഞാൽ മതി. കമൻറ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും മറുപടി കിട്ടിയില്ലെങ്കിൽ നമ്മൾ ആ പേരുകളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മറുപടി പ്രതീക്ഷിക്കരുത്. തീർച്ചയായിട്ടും നിങ്ങളുടെ പേരും നാളും മാത്രം കുറിച്ചാൽ മതി. എല്ലാം നമ്മൾ ശ്രദ്ധിച്ച് തീർച്ചയായിട്ടും നിങ്ങളുടെ പേരും നാളും നോക്കി പൂജകൾ ചെയ്യും. അതുകൊണ്ട് എല്ലാവരും ഭക്തിയോടുകൂടി നാളെ തീർച്ചയായും വന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ ചാനലിനെ വന്ന് നിങ്ങളുടെ എല്ലാ വിധത്തിലുള്ള അനുഗ്രഹം ഭഗവാന്റെ നേടിയെടുക്കാൻ ശ്രമിക്കണം. അതുകൊണ്ട് നാളെ പിതൃപൂജ ചെയ്യാൻ പോകണം. ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെച്ചടി കയറ്റമാണ്. ലോട്ടറി കയറ്റി മഹാഭാഗ്യമാണ് നാളെ നിങ്ങൾ ഈ 15 നാളുകാർക്ക് വരാൻ പോകുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ഇത് ശ്രദ്ധിക്കണം. വിഷ്ണുവിൻ്റെ അഷ്ടോത്തരം മുടങ്ങാനേ പാടില്ല. അതുപോലെ തന്നെ 50% നമ്മുടെ പൂജയും 50% നിങ്ങളുടെ ഹാർഡ് വർക്കുമാണ്. അതായത് ഭഗവാനോടുള്ള സമർപ്പണ മനോഭാവമാണ്. അതുപോലെ തന്നെ നാളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ദാനധർമ്മം. നിങ്ങൾ ഒരു കാരണവശാലും നാളെ ദാനധർമ്മം മുടക്കാൻ പാടില്ല. ഒരു 10 പേർക്കെങ്കിലും കൊടുക്കാൻ പറ്റില്ല, അത് കാര്യം. നമ്മുടെ വരവിനനുസരിച്ച് ചിലവ് ചെയ്യുക. അതുപോലെ നമ്മളും അതുപോലെ തന്നെ വരുമാനം അനുസരിച്ച് ഞങ്ങൾ മാസം 10,000 രൂപയുടെ ദാനധർമ്മമാണ് അന്നദാനത്തിന് വേണ്ടി ചിലവാക്കുന്നത്. പാവപ്പെട്ടവർക്ക് വേണ്ടി എല്ലാ സ്ഥലങ്ങളിലും പോയി നമ്മൾ പാവപ്പെട്ടവർക്ക് എല്ലാം ആഹാരം മേടിച്ചു കൊടുക്കും. അതുപോലെ തന്നെ നിങ്ങളും ചെയ്യണം. നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു ശതമാനം നാളെ തൊട്ട് തീരുമാനിക്കുക, ഞാൻ പാവപ്പെട്ടവർക്ക് വേണ്ടി അന്നദാനത്തിന് വേണ്ടി കൊടുക്കും. നിങ്ങളുടെ ദുഃഖങ്ങളും നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങളും എല്ലാം ഭഗവാൻ മാറ്റും എന്നുള്ളതിൽ ഒരു മാറ്റവുമില്ല. ഭഗവാന് മറ്റുള്ളവരെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ഇഷ്ടം. അതിന് പറ്റിയൊരു ദിവസമാണ് നാളെ ദാനധർമ്മ ദിവസമാണ്. ധർമ്മം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഭഗവാൻ തരും. അതുകൊണ്ട് ഭഗവാന്റെ മന്ത്രവും ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഒരു വിധത്തിലുള്ള ദോഷങ്ങളും വരുത്തില്ല. രാഹുവും ശനിയും നിങ്ങൾക്കൊന്നുമില്ല. എല്ലാം ഭഗവാന്റെ മായകളാണ്. ഈ മായകൾക്കപ്പുറം ഒന്നുമില്ല. നിങ്ങൾ നന്മ ചെയ്യുമ്പോൾ ഭഗവാൻ ഇടപെടും, നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറ്റും. നാളെ 15 നാളിലെ ആദ്യത്തെ നാൾ അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രമാണ് നാളെ ഏറ്റവും ശ്രേഷ്ഠകരമായിട്ട്. അവർക്ക് എല്ലാ വിധത്തിലുള്ള നഷ്ടപ്പെട്ട വസ്തുക്കളെല്ലാം തിരിച്ചു കിട്ടും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. അതുപോലെ തന്നെ അടുത്ത നക്ഷത്രമാണ് രേവതി നക്ഷത്രം. അവർക്ക് നാളെ
കല്യാണ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടാൻ ഏറ്റവും ശ്രേഷ്ഠകരമായൊരു ദിവസമാണ്. അതുപോലെ തന്നെ ഉത്രട്ടാതിയും പൂരിട്ടാതിയും ചതയം അവർക്ക് നല്ല ശ്രേഷ്ഠകരമായൊരു ദിവസമാണ്. അവരുടെ എല്ലാ ശത്രുതയും മാറി ബന്ധുക്കളെല്ലാം വരികയും അതുപോലെ തന്നെ ധനമുണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠകരമായ എന്താണ് മകയിരം, കാർത്തിക, ഭരണി ഇവർക്കെല്ലാം വളരെ ശ്രേഷ്ഠകരമായൊരു ദിവസമാണ്. തിരുവാതിര, ഉണർതം ഇവർക്കെല്ലാം നല്ല ശ്രേഷ്ഠകരമായൊരു ദിവസമാണ്. അവരുടെ എല്ലാ ധനാഗമനം വന്നു ചേരുന്നൊരു ദിവസമാണ്. അതുപോലെ വിശാഖം, അനിഴം, തൃക്കേട്ട ഇവർക്ക് നല്ലൊരു ദിവസമാണ്. മൂലം അവർക്ക് നല്ലൊരു ദിവസമായിട്ടാണ് നാളെ. പിതൃക്കളുടെ അനുഗ്രഹം എല്ലാ നാളുകളും ഏകദേശം ഒരു 15 നാളുകളുണ്ടെങ്കിലും 5 നാളുകളും 50% അനുഗ്രഹം വരുന്ന നാളുകളാണ്. അതുപോലെ തന്നെയാണ് മകം നാളിനും ആയില്യം, രോഹിണി, കാർത്തിക, പൂരാടം ഇവർക്കെല്ലാം നല്ല ഐശ്വര്യം വരേണ്ട ഒരു ദിവസമാണ്. തിരുവോണം, ചതയം, അവിട്ടം ഏകദേശം 20 നാളോളം വരുന്നുണ്ട്. എന്നാലും 15 നാളുകൾ പ്രധാനമായിട്ടും വരുന്നത്. അവർക്കെല്ലാം നല്ല ഐശ്വര്യപ്രദമായൊരു ദിവസമാണ് നാളെ വരുന്നത്. ഭഗവാന്റെ അനുഗ്രഹം. അതുപോലെ തന്നെ ഭഗവാന്റെ ഓം നമോ നാരായണ എന്ന മന്ത്രം നാളെ തീർച്ചയായിട്ടും രാവിലെ നിങ്ങൾ 108 തവണ വിളക്ക് കത്തിച്ച് നെയ്വിളക്ക് ഉപയോഗിച്ച് നാളെ കത്തിക്കണം എന്നുള്ളത്. ഏറ്റവും വിളക്ക് നല്ല വൃത്തിയായിട്ട് കഴുകി വെക്കണം. അതിനുശേഷം പിതൃക്കളെ സമർപ്പിച്ച് നിങ്ങൾ പൂജകളും കാര്യങ്ങളും കർമ്മങ്ങളും എല്ലാം ചെയ്യണം. അതിന് പോകണം. അതിനുശേഷമേ പോകാവൂ. സ്വന്തം വീട്ടിൽ വിളക്ക് കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും പിതൃക്കളുടെ അനുഗ്രഹവും വന്നു ചേരും. നിങ്ങളെ തേടി നിങ്ങളുടെ പിതൃക്കൾ കാക്കയുടെ രൂപത്തിൽ വന്ന് നാളെ എത്തും. അതുകൊണ്ട് നാളെ ഏറ്റവും ശ്രേഷ്ഠകമായ ഓം നമോ നാരായണ എന്ന മന്ത്രം വളരെയധികം ഭക്തിയോടുകൂടി ഭഗവാനെ ജനിക്കും. നിങ്ങളുടെ വീട്ടിലുള്ള കുടുംബകലഹം മാറിക്കിട്ടിയും കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാവുകയും ഐക്യമുണ്ടാവുകയും എല്ലാം വരും. അതുപോലെ ധനത്തിൻ്റെ പ്രശ്നങ്ങൾ നാളെ തീരാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. അത് കിട്ടണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ വീട് ഐശ്വര്യപ്രദമാക്കുകയും എല്ലാ വിധത്തിലുള്ള മാംസങ്ങളെല്ലാം ഒഴിവാക്കുകയും ചെയ്യണം. നാളത്തെ ദിവസം അന്നദാനം കൊടുക്കാനും മറക്കരുത്. നമ്മളെക്കൊണ്ട് ഒക്കുന്ന രീതിയിൽ ദാനധർമ്മം ചെയ്യണം. എല്ലാ മനുഷ്യരും ദാനം ധർമ്മം ചെയ്യുക. എന്നാലും നമുക്ക് ഐശ്വര്യമുണ്ടാകും. എല്ലാം ഭഗവാനെ സമർപ്പിച്ച ശേഷം നിങ്ങൾ ഈ പൂജകളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഭഗവാൻ തരും. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ. അതുപോലെ ചാനലിൽ നിങ്ങളുടെ പേരും നാളും പറയാൻ മറക്കരുത്. അത് ചെയ്തു കഴിഞ്ഞാൽ റിപ്ലൈ കിട്ടിയില്ലെങ്കിലും ഞങ്ങളത് തീർച്ചയായിട്ടും നോക്കും. എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാ ദിവസവും ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക. നാളെ പ്രത്യേകിച്ച് ഭഗവാന്റെ ഓം നമോ നാരായണ 108 തവണ ജപിക്കുക. ദേവിയുടെ അഷ്ടോത്തരം ജപിക്കുക. വിളക്ക് കത്തിക്കുക. 5 തിരിയിട്ട് കത്തിക്കുക. ഇത് ചെയ്തു കഴിഞ്ഞാൽ എല്ലാ വിധത്തിലുള്ള ഐശ്വര്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഓം ലക്ഷ്മി നാരായണ. ഓം നമോ നാരായണ.